പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ ആലയത്തിൽ എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്ന അമ്മയ്ക്കും തിരുക്കന്മാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ടോബിൻ കെ ടോമി. ഞാൻ പാലാ രൂപത ഫാത്തിമാപുരം ഇടവകമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 21/12/2024 ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് കൊറോണ കാലത്താണ്. അന്ന് മുതൽ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2022 അന്ന് പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി വസ്തുക്കൾ കിട്ടുകയും ചെയ്തിരുന്നു. ഞാൻ 2020 MSc പാസ്സായതാണ്. അതിനുശേഷം ജോലിയൊന്നുമില്ലായിരുന്നു. 2022 എനിക്ക് ഒരു പ്രൈവറ്റ് ബാങ്കിൽ സെയിൽസ് ഓഫീസറായി ജോലി കിട്ടിയായിരുന്നു. ഒത്തിരി ടാർഗറ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു ടാർഗറ്റ് ഇല്ലാതെ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അടുത്തുള്ളൊരു ഗവൺമെൻറ് കോളേജിൽ എനിക്ക് ഓഫീസിൽ ജോലി കിട്ടി. മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കത് ജോലി കിട്ടിയത്. 2 വർഷത്തിന് ശേഷം ഞാൻ MCAക്ക് പഠിക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ അഡ്മിഷൻ ക്ലോസ് ആകുന്ന കുറച്ച് മുമ്പാണ് പഠിക്കണമെന്ന് ആലോചിച്ചത്. സീറ്റെല്ലാം ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു. ഉടനെ തന്നെ ഒരു കൊച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. മാതാവിൻ്റെ അത്ഭുതമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. BCA പഠിക്കാതെ MCA പഠിക്കാൻ പറ്റുമോ എന്ന കുറേ ആശങ്കകൾ ഉണ്ടായിരുന്നു. മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് പഠിച്ചതിൻ്റെ ഫലമായി ഡിസ്റ്റിങ്ഷനോടെ എനിക്ക് MCA പാസ്സാകാൻ സാധിച്ചു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഡിസംബർ 21 എൻ്റെ MCAയുടെ 4th സെമ്മിൻ്റെ സമയത്താണ്. ജോലി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രത്യേകമായി നിയോഗം വെച്ചാണ് ഉടമ്പടി എടുത്തത്. കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടും ജോലിയൊന്നും കിട്ടിയില്ലായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 18 എനിക്ക് പ്രാക്ടീസ് സൂട്ട് എന്ന കമ്പനിയിൽ ഇൻ്റർവ്യൂ വരികയും ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഡെയിലി ബ്രെഡിൽ ഞാൻ കമൻ്റ് ഇടുകയും കൃപാസനത്തിൽ വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തു. സങ്കീർത്തനം 71:16 ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സങ്കീർത്തന വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഇൻ്റർവ്യൂ യാതൊരു ടെൻഷനും കൂടാതെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അത് മാതാവിൻ്റെ സാമീപ്യമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. 1 മണിക്കൂറുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ ചോദ്യം തന്നെ ഏകദേശം പറയാൻ സാധിച്ചു. കഴിഞ്ഞ 19 ജനുവരി 19 ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ട്രെയിനിങ് പീരീഡാണ്. നന്നായി ജോലി ചെയ്യുവാൻ മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ യാചിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ 2016 ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തെങ്കിലും എനിക്ക് കാർ ഓടിക്കാൻ അത്ര ധൈര്യമില്ലായിരുന്നു. 2022 പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം അതിന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ധൈര്യമായി കാർ ഓടിക്കാനുള്ള ഒരു കൃപ കിട്ടി. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കന്മാരനും കോടാനുകോടി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കന്മാരനും കോടാനുകോടി നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവിൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. ടോബിൻ എന്ന ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നിയോഗമായിട്ടായിരുന്നു. കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തെ ഈ ഉടമ്പടി കണ്ടന്റിനെ മകൻ വളരെയധികം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചിരുന്നു. BCA പഠിക്കാതെയാണ് ഈ മകൻ MCAക്ക് ജോയിൻ ചെയ്തത്. മകന് നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനായി സാധിച്ചു. അതുതന്നെ ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ വളരെ മുറുകെ പിടിച്ചാണ്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാണ് ഈ മകനെ ഈ വലിയ ഒരു കടമ്പ കടക്കുവാനായി സാധിച്ചതെന്ന് മകനേറ്റു പറയുന്നു. നമുക്കറിയാം, ഉടമ്പടി എടുക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ഈശോ നമുക്ക് വാഗ്ദാനമായി തരുന്നുണ്ട്. ഇതൊരു ബൈലാറ്ററൽ അഗ്രിമെൻ്റ് ആയതുകൊണ്ട് ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഈശോയ്ക്ക് തോന്നുന്ന ആ നിമിഷം തന്നെ ഈശോ നമ്മെ വളരെയധികം സ്നേഹിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെയധികം അപ്രൂവ്ഡായി ഈശോ നമുക്ക് വേണ്ടി നേടിത്തരുന്നതായും നമുക്ക് കാണാനായി സാധിക്കും. പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ ചെയ്ത അതേ അത്ഭുതം തന്നെയാണ് ഇന്ന് ടോബിൻ്റെ ജീവിതത്തിലും അമ്മ നൽകി കൊടുത്തിരിക്കുന്നത്. ഇന്നൊരു ഗവൺമെൻറ് കോളേജിൽ
ഈ മകനെ നല്ലൊരു ജോലി കിട്ടി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഇന്ന് മകനെ വളരെയധികം ഉയർത്തിയിരിക്കുകയാണ്. അതുപോലെ എല്ലാ പ്രതിസന്ധികളിലും ഈ മകനെ പരിശുദ്ധ അമ്മ വളരെയധികം മധ്യസ്ഥം നൽകി അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തതായി ഏറ്റുപറയുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ എത്ര തന്നെ മക്കളാണ്, ഒരുപാട് മക്കളാണിന്ന് ജോലിയില്ലാതെ വിഷമിക്കുന്നത്. എത്രമാത്രം പഠിച്ചു കഴിഞ്ഞിട്ടാണ് വളരെയധികം പഠനത്തിനും വളരെ സാമ്പത്തിക തകർച്ചകളിലൂടെ കടന്നുപോയിട്ടും ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് യുവതിയുവാക്കൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അവരുടെ എല്ലാം നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ടോബിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കൈയടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.